എല്ലാ മാന്യ പ്രേക്ഷകർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നാം ജീവിക്കുന്ന ലോകത്തെക്കുറിച്ച് പലതും അറിയുക, എന്നാൽ നമ്മുടെ തൊട്ടയൽപ്പക്കത്തുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയാതിരിക്കുക, അതൊരു വൈജ്ഞാനിക ദുരന്തമാണ്. ആ ദുരന്തം ഒഴിവാക്കുകയാണ് ഈ സ്മാർട്ട് ഷോയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ജോസ്കോ ജുവലേ സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇന്ന് ആരായിരിക്കും ഈ സ്മാർട്ട് ഷോയുടെ വേദിയിൽ അതിഥികളായി എത്തുക? വേദിയിലേക്ക് വരുന്നു ചലച്ചിത്ര താരങ്ങളായ മേജർ കിഷോറും ഭാര്യ ഇന്ദു തമ്പിയും. മേജർ, അപ്പൊ ഇത് മൈനർ ആരാ? ഇതിൽ ആരെങ്കിലും ഒരാൾ മൈനർ ആകെ പണ്ട് മൈനർ ആയിരുന്നു. അതാണ് മേജർ കിഷോർ. എവിടെയാ? നാട് എവിടെയാ? ട്രിവാൻഡ്രം തന്നെയാണ്. ഈ മലയാള സിനിമയിൽ ഒരു മേജറേ ഉണ്ടായിരുന്നു, അത് മേജർ രവി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഒരു മേജർ കിഷോർ എന്നൊരാൾ ഇറങ്ങുന്നത്. സാറ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു, അത് കഴിഞ്ഞാണ് ഞാൻ മേജർ റാങ്ക് എടുത്തിരുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ അറിയുമായിരുന്നോ? അറിയാം. ഇതെങ്ങനെ കുരുക്ഷേത്ര മൂവിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. ഓ അത് ശരി. അതായത് മേജർ ജെറി പ്രേംരാജിന്റെ ക്യാരക്ടർ ഞാനാണ് ചെയ്തിരുന്നത്. ഓ അത് ശരി. ഓക്കെ ഓക്കെ. ട്രിവാൻഡ്രത്ത് കാർഗിൽ വാർ ഹീറോ ആയിരുന്നു ആ ക്യാരക്ടർ ഞാനായിരുന്നു ചെയ്തത്. ഓക്കെ 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 ഓക്കെ. മാത്രമല്ല താങ്കൾ നെയ്യാറ്റിൻകരയല്ലേ? അതെ അതെ. ഒരു നെയ്യാറ്റിൻകരക്കാരനാകുമ്പോൾ ജെറി പ്രേമിന്റെ ജീവിതമൊക്കെ കുറച്ചുകൂടെ അടുത്തറിയാനും ഒക്കെ സാധ്യതയുണ്ട്. തീർച്ചയായും. പട്ടാള ജീവിതം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു? അതെ, കംപ്ലീറ്റ് ആയിട്ട് സിനിമയിലോട്ട് സിനിമാഭ്രാന്ത് കയറി സിനിമയിലോട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ. ഈ സംഗമം എവിടെ വെച്ചായിരുന്നു? അതൊരു സിനിമ സെറ്റ് തന്നെയാണ്. അത് ഇന്ദു പറയാം, അതായിരിക്കും ബെറ്റർ. രണ്ടുപേരും ഒരു സിനിമ, എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു മിസ് കേരള കിട്ടി കഴിഞ്ഞപ്പം അംബിക മാം അതെ അനബെല്ല എന്ന സിനിമയ്ക്ക് വേണ്ടി അങ്ങനെയാണ് നമ്മൾ കണ്ടത്. അതിൽ നായകനായിട്ട് കിഷോട്ടനും നായികയായിട്ട് എന്നെയാണ് എടുത്തിരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി കണ്ടുമുട്ടുന്നത്. ഇന്ദു പിന്നെ അഭിനയം എത്ര സിനിമയിലേക്ക് നീട്ടി? അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കലൂർ സാറിന്റെ ഫാദേഴ്സ് ഡേ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കെ രാജീവ് സാറിന്റെ ഒരു പെണ്ണിന്റെ കഥ സീരിയൽ ചെയ്തു. താങ്ക് യു. അപ്പൊ ഓടാൻ തയ്യാറായി വന്നതാരാ? ഇനി വേദിയിലേക്ക് വരുന്നു പ്രശസ്ത ഗായകൻ അൻവർ സാദത്തും ഭാര്യ സുമയ്യ ബീവിയും. ഗായകൻ അൻവർ സാദത്ത്, കണ്ടതിൽ സന്തോഷം. എനിക്ക് കാലമായി, കുറച്ചു കാലമായി. പണ്ട് കുറെ ഞാൻ എന്റെ സന്തോഷം പങ്കിടുകയായിരുന്നു. തിരിച്ച് സുമയ്യ ബീവി പത്നിയായിട്ട് എത്ര കാലമായി? 13 വർഷം. 13 വർഷം. നീണ്ട 13 കൊല്ലങ്ങൾ. സീരിയലൊക്കെ പറയുന്ന പോലെ 13 വർഷമായിട്ട് എന്നെ സഹിക്കുക. അത് പുള്ളിയുടെ മുഖത്ത് എഴുതി വെച്ചു. അതെ. അൻവർ ഇപ്പൊ എല്ലാം കൂടെ എത്ര സിനിമകളിൽ പാടി? ഞാനൊരു കണക്കെടുക്കാൻ വേണ്ടിയല്ല, ഒരു 50-60 സിനിമകളിൽ പാടി. എല്ലാം നല്ല ബാനേഴ്സ് ആയിരുന്നു. കൂടുതലും നല്ല സിനിമകൾ കിട്ടിയിരുന്നു. കാഴ്ചയിൽ പാട്ട് വരുമ്പോൾ ആദ്യം ബാനർ നോക്കൂ, അതോ സംഗീത സംവിധാനം? ഇല്ല, എല്ലാം എന്തോ ഭാഗ്യം പോലെ, അത് നമ്മുടെ ഓരോരുത്തരുടെ ഭാഗ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല പാട്ടുകളും എല്ലാം നല്ല സുന്ദരമായ കുറെ ഗാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാഴ്ച ഞാൻ ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂണു പോലെ ഇങ്ങനെ പാട്ടുകാർ മുളച്ചു വരുന്ന കാലമാണ്. ഇഷ്ടം നമ്മുടെ നാട്ടിൽ ഇത്രയും പാട്ടുകാർ എവിടെ ഇരുന്നു നമുക്ക് സംശയം തോന്നത്തക്ക രീതിയിൽ പാട്ടുകാരായി. അപ്പം നിങ്ങളെപ്പോലെ വളരെ സീനിയർ പാട്ടുകാർ നിലനിൽക്കാൻ പാടുപെടൂ. അതിജീവനത്തിന്റെ രഹസ്യം എന്തുവാ? ഇല്ല, ഈ പറഞ്ഞ ഒരു വഴിയിലൂടെ വന്നത് തന്നെയാണ് ഞാനും. ആണ്. ആ ഒരു കൂട്ടത്തിൽ ഒരു ചെറു മീനായിട്ട് വന്ന ആൾ തന്നെയാണ് ഞാനും. ഒരു വലിയ മീനായോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ മീനായിട്ട് തന്നെ ഇങ്ങനെ നിലനിൽക്കണമെന്നുള്ളൂ. നന്നായി വിനയം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ അടുത്ത കാലത്ത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലോർ കൊണ്ട് പേടിച്ചിരിക്കുക. അതെന്ത് പറ്റി? പുറമെ നമ്മൾ ടി വിയിലൊക്കെ ഇത് ഷോ ഞാൻ സ്ഥിരം കാണുന്നു, യൂട്യൂബിലും ഒക്കെ. വീട്ടിലില്ലാത്ത സമയം യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ നമ്മൾ ചില ആളുകൾ, ചില ഇത് പങ്കെടുക്കുന്ന ആൾ മത്സരാർത്ഥികളൊക്കെ ഇങ്ങനെ ഇതിൽ വന്നിട്ട് ചില ഉത്തരങ്ങൾക്ക് തെറ്റ് പറയുമ്പോൾ ഇവനൊക്കെ പക്ഷെ ഇത് കണ്ടപ്പോൾ മൊത്തം ഒരു ഇതിന് കണ്ടപ്പോൾ ഇവിടെ വെച്ചൊരു ചെറിയൊരു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം സുമയ്യ ബീവി, താങ്കൾക്ക് വേണ്ടി കാര്യം. അൻവർ ഒരുപാട് സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്.
കാര്യം ഒറ്റയാളും ഫ്രണ്ടിൽ സദസ്സിലില്ലെങ്കിലും പാടും, 1.5 കോടി ആൾക്കാർ മുമ്പിലുണ്ടെങ്കിലും പാടും. അതല്ലേ നമ്മുടെ അവസ്ഥ. അതെ അതെ അതെ. കാശ് കൃത്യമായിട്ട് കിട്ടണമെന്ന് മാത്രമേ നിർബന്ധം നമുക്കുള്ളൂ. പക്ഷേ ഇതങ്ങനല്ല. ചിലപ്പോൾ ഒരു ചെറിയ ടെൻഷൻ വരാം. പക്ഷേ ഇവിടെ വന്നിട്ട് പോയിട്ടുള്ള ആളുകളെല്ലാം ഈ ആദ്യം വരുമ്പോൾ അവർ വിചാരിക്കും വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരം അഴിച്ച് നിലത്തിടുവോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അല്ല സാറിന്റെ മുഖം കാണുമ്പോൾ നമ്മൾ കുറച്ച് ഇവിടെ ഒരു ടെൻഷനേ ഇല്ല. ഇവിടെ വന്നിട്ടുള്ള ഇന്ന് വരെ വന്നിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും കേട്ടോ, അവരോട് സ്വകാര്യമായിട്ട് വിളിച്ചു ചോദിച്ചാൽ അവരൊന്നുകൂടെ വരണമെന്നാണ് പറയുന്നത്. കാര്യം എന്താ പറയുക, കാർ അടിച്ചുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. അൻവർ, നമുക്ക് മനോഹരമായ അൻവറിന്റെ 2 വരിയോടെ തുടങ്ങാം. തീർച്ചയായും. പെരുന്നാള് പെരുന്നാള് പൂമാലപ്പള്ളിയിൽ പെരുന്നാള്, ഗുരുത്തോല തൊങ്ങൽ തൂക്കി നല്ല കരക്കാര്. പെരുന്നാള് പെരുന്നാള് പൂമാലപ്പള്ളിയിൽ പെരുന്നാള്, വരവേൽക്കാൻ ചേരുന്നുണ്ടേ സർവമതക്കാര്. നല്ല ബാൻഡ് മേളപ്പുറപ്പാട്, യേശുനാഥനുള്ള സ്തുതിപാട്, തിരിതെളിക്ക് മണിമുഴക്ക്, നമ്മളെല്ലാവരും ഒന്നായി നേരുന്ന നാളാണ് പെരുന്നാള്. പെരുന്നാള് പൂമാലപ്പള്ളിയിൽ പെരുന്നാള്, വരവേൽക്കാൻ ചേരുന്നുണ്ടേ സർവമതക്കാര്. ഓക്കെ, വെരി ഗുഡ്. സ്മാർട്ടായിരിക്കുന്നു. അപ്പം ഓടുന്നോ നിൽക്കുന്നു? ഞാൻ നിൽക്കുന്നു. ആദ്യത്തെ റൗണ്ട് വെൽക്കം റൗണ്ട്. നിങ്ങൾ രണ്ടുപേരും റെഡിയാണല്ലോ? ഓടാൻ നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ ബി സീരിയസ്, ബി റിലാക്സ്. നമുക്കപ്പോ ടെൻഷനൊന്നും വേണ്ട. നമ്മൾ നല്ല സ്വയംഭം 4-5 ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ അതിലും സ്വയംഭനായിട്ട് 5 മറുപടിയും പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇനി പറയുന്നതിൽ വസന്ത പിടിക്കുന്നത് ആര്? ഓപ്ഷൻ എ എലിയെ, ഓപ്ഷൻ ബി കുറുക്കനെ, ഓപ്ഷൻ സി കോഴിയെ, ഓപ്ഷൻ ഡി മുതലയെ. ബസർ അമർത്തിയിരിക്കുന്നത് അൻവറാണ്. എങ്കിൽ പറയൂ, ഇനിയിപ്പോ ആലോചിക്കാൻ ഒന്നുമില്ല. ഓപ്ഷൻ സി കോഴിയെ. കോഴിയെ. കോഴിയായിരിക്കുമോ? ഉറപ്പാ? എങ്കിൽ പിന്നെ ഉറപ്പിക്കാം, കോഴിയാണ് വസന്ത പിടിക്കുന്നത്. ഉത്തരം ശരിയാണ്. 10 സെക്കൻഡ്. സുമയ്യ ബീബി വരൂ. ചക്കിന് വെച്ചത് സുമയ്ക്ക് കൊണ്ടുവന്നു അല്ലേ? 10 സെക്കൻഡാണ് സമയം. 10 സെക്കൻഡ് കൊണ്ട് അവിടെ എന്താ ചെയ്തെന്നുള്ളത് ഈ ഒരൊറ്റ റൗണ്ടിലാണ് നമുക്ക് ഇഷ്ടം പോലെ അതിൽ നിന്ന് വസ്തുക്കൾ അടിച്ചുകൊണ്ട് പോരാം. ആ നിലവറയെന്നുള്ള ആ കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും അടിച്ചു മാറ്റിയാലും കുഴപ്പമില്ല. 10 സെക്കൻഡ്സ് ടൈമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഈ 10 സെക്കൻഡ്സിനകത്ത് കയ്യിലുള്ള ബാറ്റൺ ആദ്യം എന്നെ ഏൽപ്പിച്ചതിന് ശേഷം ഇവിടെ ഇരിക്കുന്ന ലുലു കണക്ട് സ്പോൺസർ ചെയ്ത് എത്ര യെല്ലോ ഗിഫ്റ്റ്സ് വേണമെങ്കിലും എടുത്തിട്ട് വെളിയിൽ കടക്കണം. ഇല്ലെങ്കിൽ വാതിലടയും. താങ്കളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. ഓടി വന്നു ആദ്യം ബാറ്റൺ, എന്നിട്ട് ഇഷ്ടമുള്ള അത്ര ഗിഫ്റ്റ്സ് എടുത്തു. വേഗം വേഗം. ഈ ടാസ്കിന് മാത്രമേ ഒരുപാട് ഗിഫ്റ്റ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും അൻവർ ഒരു സന്തുഷ്ടനായി. അപ്പൊ ജാഗ്രതയായിട്ടിരുന്നോണം. ബി സ്മാർട്ട്. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്. ഇനി പറയുന്നവരിൽ രാജാക്കന്മാരിലെ കലാകാരനും കലാകാരനിലെ രാജാവുമായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ എ മഹാബലി, ഓപ്ഷൻ ബി അശോകൻ, ഓപ്ഷൻ ഡി ഔറംഗസീബ്, ഓപ്ഷൻ ഡി സ്വാതി തിരുനാൾ. ആരാശ്വതി? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി സ്വാതി തിരുനാൾ. എവിടെയാ വീടെന്നാ പറഞ്ഞേ? ട്രിവാൻഡ്രം. തിരുവനന്തപുരത്തുകാരി പറഞ്ഞത് സ്വാതി തിരുനാളിനെ കുറിച്ചാണ്. അതാണോ? രാജാക്കന്മാരിലെ കലാകാരനും കലാകാരന്മാരിലെ രാജാവും. ശരിയാണോ ഉത്തരം? ഔറംഗസീബ് കലാകാരനായ കറക്റ്റാണ്. ഞാനും ബസർ അമർത്തി. കറക്റ്റാണോ? ഞാനും ബസർ അമർത്തിയിരുന്നു. പക്ഷേ കത്തിയില്ല. അല്ല, ഇത് കറക്റ്റാണോ? തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ. ഉത്തരം ശരിയാണ്. വളരെ ചെറിയ പ്രായത്തിലെ തന്നെ രാജാവാകുകയും എന്നാൽ അതിലും ചെറിയ പ്രായത്തിൽ കടന്നു പോവുകയും ചെയ്ത മഹാനായ സ്വാതി തിരുനാൾ. ഒരുപാട് കീർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ അൻവറിന് എനിക്കൊന്ന് ഒരുപാട് ആദരവ് തോന്നാൻ സാധ്യതയുള്ള ഒരാളാണ് സ്വാതി തിരുനാൾ. മേജർ വരൂ. താങ്ക് യു. എന്തായാലും
10 സെക്കൻഡ് കൊണ്ട് മേജർ എന്തൊക്കെ ചെയ്യും നമ്മൾ നോക്കട്ടെ. 10 സെക്കൻഡ്സ് ആണ് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടുന്ന ടൈം ലിമിറ്റ്. ആദ്യം കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം ഇവിടെ ഇരിക്കുന്ന എത്ര യെല്ലോ റിബൺ വെച്ച് കെട്ടിയത് അല്ലെങ്കിൽ യെല്ലോ ഗിഫ്റ്റ് റാപ്പ് വെച്ച് പൊതിഞ്ഞ് ലുലു കണക്ട് സ്പോൺസർ ചെയ്ത ഗിഫ്റ്റ് എടുത്ത് വെളിയിൽ കടക്കണം വിത്തിൻ 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഡോർ ക്ലോസ്ഡ് ആവും. വാതിലടയാതെ നോക്കുക. അങ്ങനെ അടഞ്ഞാൽ ഇവിടെ ഒരു വാതിൽ അടയ്ക്കും. ഓക്കെ, സമയം ഇവിടെ ആരംഭിക്കുന്നു മേജർ. ഓടി വന്നോ, 10 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എടുത്തോ വേഗം. എത്ര ഗിഫ്റ്റ് വേണമെങ്കിലും എടുക്കാം. വളരെയേറെ പ്രശസ്തനായ ഒരു കവിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ ചോദ്യം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കവിയാണ്. കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഓപ്ഷൻ സി പാലാ നാരായണൻ നായർ, ഓപ്ഷൻ ഡി പി കുഞ്ഞിരാമൻ നായർ. കവിയുടെ കാൽപ്പാടുകൾ കാവ്യാത്മകമായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള മലയാളത്തിലെ അപൂർവം ആത്മകഥകളിൽ ഒന്ന്. ആരാണ്? ഒരു ഗസ് അടിക്കുവാണോ? അതെ. ആ ആ ആ ആ ബാലചന്ദ്രൻ ചുള്ളിക്കാടാണോ? ഓപ്ഷൻ ബി. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ആത്മകഥയുടെ പേര് അതല്ല, ചിദംബര സ്മരണകൾ. ഇത് ഉത്തരം കൈമാറാൻ പറ്റത്തില്ല. എനി ഗസ് അൻവർ, ഒന്ന് ഗസ് ചെയ്ത് നോക്കി. അയ്യപ്പനാണോ? ശബരിമല പോലും അൻവരെ രക്ഷപ്പെടുത്തത്തില്ല. ഇത് പി കുഞ്ഞിരാമൻ നായരാണ്. ഉത്തരം ശരി, ഉത്തരം പി കുഞ്ഞിരാമൻ നായരാണ്. ഇന്ദു തമ്പി പറഞ്ഞ ഉത്തരം തെറ്റാണ്. പി കുഞ്ഞിരാമൻ നായർ മലയാളം കണ്ട ഏറ്റവും നല്ല കാവ്യാത്മകമായ ആത്മകഥയായിരുന്നു അത്. മാത്രവുമല്ല, 4 പാടും നീല മേലാപ്പ് കെട്ടിയ പോലെ എന്നുള്ള ചില അപൂർവമായ പ്രയോഗങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഒരു ആത്മകഥ. അപ്പോൾ എന്തായാലും ആ പുസ്തകം ഒന്ന് വായിക്കാൻ നമ്മൾ പുതിയ തലമുറയെ ഞാൻ പ്രത്യേകിച്ച് ആവശ്യപ്പെടുന്നു ആ പുസ്തകം വായിക്കണം എന്നുള്ളത്. അപ്പം പി എന്ന മഹാകവിയെ നമ്മൾ മനസ്സിലോർത്തുകൊണ്ട് നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കും. അടുത്ത റൗണ്ട് IQ റൗണ്ട്. ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. റെഡിയാണല്ലോ? ഇന്നലെ ഞായറാഴ്ച കഴിഞ്ഞ് 3ാമത്തെ ദിവസമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏത് ദിവസമാണ്? കുസൃതി ചോദ്യമാണ്. ഇന്നലെ ഞായറാഴ്ച കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ്. ഇന്ദു തമ്പി പറയൂ. ഇന്നലെ മിനിഞ്ഞാന്ന് ഞായറാഴ്ച കഴിഞ്ഞു ഫ്രൈഡേ ആണോ? യെസ്, ഉത്തരം ശരിയാണ്. ഞാൻ വിചാരിച്ച ആ ഗസില ആകെ ഇതാവൂ. മേജർക്ക് കിട്ടിയില്ലായിരുന്നു ഫ്രൈഡേ ആണെന്നുള്ളത്? കിട്ടിയായിരുന്നു അല്ലേ? അപ്പൊ 20 സെക്കൻഡ് കൊണ്ട് എഗെയിൻ മേജറിന്റെ ഓപ്പറേഷൻ വരുന്നു. ഈ ഓപ്പറേഷന് ഒരു പേരിടാൻ നമുക്ക് അല്ലല്ല, ഇത് സ്മാർട്ട് ഷോയുടെ ഓപ്പറേഷൻ നടത്തിയ പിന്നെ ബാക്കി കാണത്തില്ല. ഓപ്പറേഷൻ നിലവറ. 20 സെക്കൻഡ്സ് കൊണ്ട് ലുലു കണക്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്രീൻ ഗിഫ്റ്റ് സ്വന്തമാക്കാനുള്ള ചാൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ ടാസ്കിന്റെ പേരാണ് ത്രോ ബോൾ. ആ സ്പോട്ടിൽ നിന്നിട്ട് ഈ 3 ബോൾസ് ഓരോന്നോരോന്നായി ഈ ലക്ഷ്യത്തിലേക്ക് എറിയണം. അങ്ങനെ എറിയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഈ ലൈറ്റ് ഗ്രീൻ ഭാഗത്തോ അല്ലെങ്കിൽ ഈ കുഞ്ഞു റെഡ് ഭാഗം കാണുന്നില്ലേ അവിടെയോ കൊള്ളിക്കണം. ഒരെണ്ണമെങ്കിലും 3 ചാൻസിൽ നിന്ന് ഒരെണ്ണമെങ്കിലും ഇങ്ങനെ കൊള്ളിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്രീൻ ഗിഫ്റ്റ് എടുത്ത് 20 സെക്കൻഡ്സിനകത്ത് വെളിയിൽ കിടക്കാം. സമയം ആരംഭിക്കുന്നു. ആദ്യം പാറ്റേൺ എന്നിട്ട് ടാസ്ക്. ആദ്യം പാറ്റേൺ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ കൊള്ളിക്കണം. ശ്രദ്ധിച്ചു ഏതെങ്കിലും ഒരു ഗ്രീൻ ഗിഫ്റ്റ് എടുക്കാം. ഏതെങ്കിലും എടുക്കാം. ഇന്ദു, പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഈ വളരെ പണ്ടേ കാലം മുതൽ തന്നെ ഈ പട്ടാളക്കാരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ഒരുപാട് ബെഡായി പറയും. പണ്ടാണ് ഈ വേടൂർ കൃഷ്ണൻകുട്ടി ഒരു കഥാപാത്രം തന്നെ ഉണ്ട്. അയാൾ പറഞ്ഞത്, ഞാൻ ഈ ബോർഡറിലൊക്കെ ഇങ്ങനെ സെർവ് ചെയ്യുമ്പം കുറെ നാളികേരം കൂട്ടിയിട്ടേക്കുന്ന തോന്നി. ഞാൻ നാളികേരത്തിന് പുറത്ത് കിടന്ന് തുടങ്ങി. നേരം എടുത്ത് നോക്കിയപ്പോഴാണ് ബോംബായിരുന്നു.
അപ്പൊ ഇങ്ങനെയൊക്കെ പറയും എന്ന് ആൾക്കാർ പണ്ടേ പറയുന്നവരാണ്. അതെ, ഏയ്. പട്ടാള വെടി. അങ്ങനെ പറയാറേ ഇല്ല. ഞാൻ ചോദിക്കും ഇങ്ങനെ അങ്ങ് പോയി എന്തെങ്കിലും അപ്പൊ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ദു തമ്പി ഒരു നല്ല ആസ്വാദകയല്ല അല്ലേ? പുള്ളി വേറെ അയലവത്തെ ഒരു സ്ത്രീയോട് പോയി ബെടായി പറയാൻ പറ്റൂ? പറയാറേ ഇല്ല. അങ്ങനത്തെ കാര്യം പറയാ. എന്താ മേജറെ ഞാൻ ഈ കേൾക്കുന്നത്? കിഷോറ് നേരത്തെ പഠിപ്പിച്ചെന്ന് തോന്നുന്നു. ഇവിടെ വന്ന് നീ ആവശ്യമില്ലാത്ത അതാണ് സത്യം. അതാണ് കയ്യോടെ പിടിക്കപ്പെട്ടു. ഓക്കെ ഓക്കെ, എന്തായാലും അതിന് പണി നമുക്ക് വേറെ കൊടുക്കാം. അടുത്ത ചോദ്യത്തിലേക്ക്. ഒരു വാക്ക് ശരിയായി പറഞ്ഞാൽ അത് തെറ്റാവും, തെറ്റായി പറഞ്ഞാൽ അത് ശരിയാവും. ഏതാണ് ആ വാക്ക്? ശരിയായി പറഞ്ഞാൽ തെറ്റാണ്, തെറ്റായി പറഞ്ഞാൽ അത് ശരിയാവും. തെറ്റ് ശരിയായി പറഞ്ഞാലേ തെറ്റാവുള്ളൂ. കിഷോറേ, ശരിയല്ല, തെറ്റാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. അതെ. തെറ്റായി വല്ലതും ഇവിടുന്ന് പറഞ്ഞോ? അങ്ങനെ കിഷോറെ ഞാൻ ഷൂട്ട് ചെയ്യും. കാരണം തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ തെറ്റെന്ന് പറഞ്ഞാൽ ശരിയായി. ഇന്ദു തമ്പി പറഞ്ഞ ഉത്തരം തെറ്റാണെന്ന് പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇന്ദു തമ്പി പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞ ഉത്തരം ശരിയാണ്. പ്രേക്ഷകർ കൺഫ്യൂഷൻ ആയിക്കോളൂ. കാര്യം ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ. അപ്പൊ അല്ലെ, ശരിയാണെന്ന് പറഞ്ഞാൽ തെറ്റാവുകയും ചെയ്യും. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ 20 സെക്കൻഡ് ഉണ്ട് കിഷോർ. ഓപ്പറേഷൻ ഓക്കെ. അപ്പൊ കുറച്ചുകൂടെ ഒരു ഇതാവാം. ഓവർ ടു മോണിറ്റർ. 20 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് ടേൺ ദ സിലിണ്ടേഴ്സ്. ഇവിടെ നോക്കുവാണെങ്കിൽ വട്ടത്തിൽ കുറെ സിലിണ്ടേഴ്സ് വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ എല്ലാ സിലിണ്ടേഴ്സിന്റെയും മുകളിലത്തെ ഭാഗം ബ്ലൂ ആണ്. നേരെ തലതിരിക്കുക, അതായത് ഇങ്ങനെ വൈറ്റ് ഭാഗം മുകളിലാക്കുക എല്ലാത്തിൻ്റെയും. അതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ടാസ്ക്. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ലുലു കണക്ട് സ്പോൺസർ ചെയ്ത ഒരു ഗ്രീൻ ഗിഫ്റ്റ് ആണ്. താങ്കളുടെ സമയം ആരംഭിക്കുന്നു. ഓടി വന്നു, ബാറ്റിൽ തന്നു. slowly, okay, calm. Time ഉണ്ട്. Okay, door അടച്ചു. Okay, okay, ഇനി കാർഗിൽ ഓപ്പറേഷൻ പോയല്ലേ, പകുതി ആയുധം അവിടെ ഇട്ടേച്ചു പോരും. പക്ഷെ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. തിരിച്ചുപോയി ഒരു വെടിയും കൂടെ വെച്ചിട്ട് പോയി അല്ലേ? അനുമതി, നമുക്കൊരു 2 വരി മൂളിയിട്ട് മുന്നോട്ട് പോകാം അല്ലേ? നല്ലൊരു മൂടാവും. എന്തായാലും ഈ ഇതില് എനിക്കൊന്നും കിട്ടുന്നില്ല. കാരണം ഇങ്ങനത്തെ ബുദ്ധി ഭയങ്കരമാണ്. കുറുട് ബുദ്ധി, ചിന്തിക്കുന്ന കുരുട്ട് ബുദ്ധി. പാട്ടിലേക്ക് പോവാം. നിന്റെ പിന്നാളെ നടന്നതിൽ പിണങ്ങൾ എണ്ണി, കടക്കണ്ണാളെ എറിഞ്ഞതിൽ പിണങ്ങൾ എണ്ണി. ഹായ് സുന്ദരി, നിന്റെ പുഞ്ചിരി എനിക്കൊത്തിരി കൊതിയുണ്ടടി. എന്റെ നെഞ്ചോടൊട്ടടി തൊട്ടാ സ്വക്കണ തക്കാളിപ്പഴമേ. പിന്നാലെ നടന്നതിൽ പിണങ്ങൾ എണ്ണി, കടക്കണ്ണാളെ എറിഞ്ഞതിൽ പിണങ്ങൾ എണ്ണി. സൂപ്പർ 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 സൂപ്പർ. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുക. ഒരാൾക്ക് കുറച്ച് കോഴിയും ആടുകളും ഉണ്ടായിരുന്നു. കുസൃതി ചോദ്യം ഏതൊക്കെ, പക്ഷേ ലോജിക്കുണ്ട്. അവയ്ക്കെല്ലാം കൂടി 12 കണ്ണുകളും 16 കാലുകളും ഉണ്ട്. അങ്ങനെയെങ്കിൽ എത്ര കോഴിയുണ്ട്, എത്ര ആടുണ്ട്? ഒന്നുകൂടെ കേട്ടോളൂ. ഒരാൾക്ക് കുറച്ച് കോഴി ആടുകളും ഉണ്ടായിരുന്നു. അവയ്ക്കെല്ലാം കൂടി 12 കണ്ണുകളും 16 കാലുകളും ഉണ്ട്. അങ്ങനെയെങ്കിൽ എത്ര കോഴികൾ, എത്ര ആടുകൾ? 6 കോഴിയും 8 ആടും. 6 കോഴി 8 ആടും അല്ലേ? അവർക്ക് എല്ലാവർക്കും കൂടെ എല്ലാവരോടും പറയാൻ പാടില്ല, ഒരാൾക്ക് ഉത്തരം പറയാൻ പാടില്ല. ബസർ പ്രസർ ചെയ്താരാ? വേഗം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ഉത്തരം പറഞ്ഞോളൂ എന്തു. ഇനി ആലോചിച്ച് കൂടുതൽ കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? 2 ആടും ബാക്കി കോഴി, അതായത് ബാക്കി എത്ര? 2ഉം 4ഉം മൊത്തത്തിൽ 6 അല്ലേ? അപ്പൊ 2ഉം 4ഉം. 2 ആടും 4 കോഴി. 2 ആടും 4 കോഴി. രണ്ടും കൂടെ കണ്ണൊന്ന് എണ്ണി നോക്കി.
രണ്ടാടും 4 കോഴിയും. ഓക്കെ. ആടിന് എത്ര കണ്ണുണ്ട്? 2 കണ്ണ്. അപ്പൊ 2 4 കണ്ണ്. 2 4 കോഴി. അപ്പോ നിർഭാഗ്യവശാൽ ഇന്ദു തമ്പി പറഞ്ഞ ഉത്തരം 2 4 കോഴി. നിർഭാഗ്യവശാൽ മേജർ ഇന്ദു തമ്പി പറഞ്ഞ ഉത്തരം വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ലെങ്കിലും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇന്ദു എനിക്കൊന്ന് ഒരുപാട് ധർമ്മസങ്കടങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ, വലിയ ഒരു അഭിനേത്രി എന്ന നിലയിൽ ഇതും സഹിച്ചു കൊടുക്കുമെന്ന വിശ്വാസത്തോടെ ഇന്ദു തമ്പി പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇന്ദു തമ്പി പറഞ്ഞ ഉത്തരം ശരിയാണ്. 4 കോഴി 2 ആടുകൾ, ആകെ 12 കണ്ണുകൾ. അപ്പൊ എങ്കിലും 6 ജീവികൾ. അപ്പൊ ആകെ ടോട്ടൽ 6 ജീവികൾ. പിന്നെ 4 കാലുകൾ ബാക്കി. നിങ്ങൾക്ക് സംശയമുണ്ട് ഒന്നുകൂടെ എഴുതി കൂട്ടിക്കോണം. 2 ആടുകളും 4 കോഴികളുമാണ്. ഞാൻ ഒന്നുകൂടെ ചോദിച്ചാൽ ഇന്ദു ഒന്നുകൂടെ ഉറപ്പിച്ചു. ഓക്കെ. അപ്പോ താങ്കളുടെ ഊഴം വരുന്നു അടുത്ത റൗണ്ടിലേക്ക്. വരൂ. താങ്ക് യു. അപ്പൊ എന്താ ഇനി ചെയ്യണമെന്ന് നോക്കട്ടെ. 20 സെക്കൻഡ് കൊണ്ട് 20 സെക്കൻഡ്സ് ടൈമുള്ള ഈ ടാസ്ക് ആണ് പിക്ക് ദ ബോൾസ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് സിലിണ്ടർ കാണാം, പ്ലസ് ഇവിടെ കുറേ ബോൾസ് കാണാം. ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ കാണാം ഇതിൽ 2 ബോൾസ് മാത്രം ഓറഞ്ച് കളറാണ്. ഇതിനകത്തോട്ട് ഓരോ ബോൾസ് ആയിട്ട് കയറ്റണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം കയറ്റുന്ന ബോളും ഓറഞ്ച് ആയിരിക്കണം, ഏറ്റവും അവസാനം കയറ്റുന്ന ബോളും ഓറഞ്ച് ആയിരിക്കണം. ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഗ്രീൻ ഗിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തം. അപ്പൊ താങ്കളുടെ സമയം ആരംഭിക്കുന്നു. ഇവിടെ വന്നു ആദ്യം ബാറ്റൺ. ഏറ്റവും ആദ്യം ഓറഞ്ച് ബോൾ ആയിരിക്കണം, ഏറ്റവും അവസാനം ഓറഞ്ച് ബോൾ ആയിരിക്കണം. 3 4 5 6 7 8 എല്ലാം കേൾക്കണം. ഡോർ അടഞ്ഞു തുറന്നിട്ടുണ്ട്. ഡോർ അടയാ, അത് ശ്രദ്ധിക്കണം. ഡോർ അടയണം. ഓക്കെ. ദാ ലാസ്റ്റ് വൺ. എനിക്ക് ഗ്രീൻ ഗിഫ്റ്റ്. ഓക്കേ 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 ഓക്കേ. യെസ്, ലാസ്റ്റ് മിനിറ്റ്. എന്റെ പേടി എന്തുവരെന്നറിയാമോ മേജറെ? ആ വാതിലും പൊളിച്ചോണ്ട് ഇനി പോരുമെന്നുള്ളത്. കാര്യം ശത്രു സ്ഥാനത്തേക്ക് അതല്ലോ എപ്പോഴും ആക്രമിച്ച് കയറുന്നു. പിന്നെ അവിടെ ഒന്നും ബാക്കി വയ്ക്കത്തില്ലല്ലോ. അടുത്ത റൗണ്ട് ദൃശ്യം റൗണ്ട്. மோட்ரு சதையோ யார் கேட்டாலும் இல்லைன்னு சொல்ல மாட்டீங்களா? நான் கேட்டா என்ன வேணும் உனக்கு? இல்லைன்னு சொல்ல மாட்டீங்களே? சொல்லுங்க. இல்லைன்னு சொல்ல மாட்டேன். அப்ப எழுந்துருங்க, என் கூட வாங்க. எங்க? கோயிலுக்கு. உங்களை கூட்டி வரேன் வேண்டிட்டு இருக்கேன். வாங்க வாங்க. உங்களுக்கு சீக்கிரம் கல்யாணம் ஆக வேண்டாமா? அதான் வேண்டிட்டு இருக்கேன். கிளம்புங்க. ഈ ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ആരാണ്? ചിത്രമേതാണ്? ചിത്രം ദളപതി. സംവിധായകൻ മണിരത്നം. ഉറപ്പാണോ? ഉറപ്പാണ്. ഉറപ്പാണല്ലോ. മമ്മൂക്കയും രജനീകാന്തും ഒക്കെ ഒരുമിച്ച് ചേർന്ന് അഭിനയിച്ച ഇളയരാജയുടെ മ്യൂസിക്. എല്ലാവരും നല്ല സുന്ദരമായ. അവിടെ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് ഇന്ന് ആളുടെ പേര് പറഞ്ഞോളൂ. അതുകൊണ്ട് ഇനിയിപ്പോ ഇതിലെ പാട്ടുകൾ ഒരുപാട് വേദിയിൽ പാടിയിട്ടുണ്ട്. 1991 കർണന്റെ കഥയെ ആസ്പദമാക്കി മണിരത്നം സംവിധാനം ചെയ്ത ചിത്രമാണ് ദളപതി. അപ്പോൾ ഉത്തരം ശരിയാണ്. അപ്പൊ അൻവറിന് ദളപതിയിലെ പാട്ട് ഏതാ ഓർമ്മയുള്ളത്? എന്തായാലും എല്ലാ പാട്ടും എനിക്കറിയാം. ഏറ്റവും അൻവറിനെ ഇളക്കി മനസ്സുക്കുള്ളേ പാട്ടുക്കെന്നും പഞ്ചമില്ലേ പാടത്താൻ തവിളை தட்டு துள்ளிக்கிட்டு கவலை விட்டு கச்சை கட்டு ஆடத்தான் அடிராக்கம்மா கையத்தட்டு புது ராகத்தில் மெட்டுக்கட்டு சுந்தரி கண்ணால் ஒரு சேதி சொல்லடி இந்நாள் நல்ல தேதி. അപ്പോ വരിക. 30 സെക്കൻഡ് ഉണ്ട്. നിലവറ പൊളിക്കാനാണോ പറഞ്ഞത്? 30 സെക്കൻഡ് ഉണ്ട്. വാദത്തിന്റെ അസുഖമൊന്നുമില്ലല്ലോ. നല്ലപോലെ ഓടാൻ പറ്റില്ല. അപ്പോ ഓവർ ടു മോണിറ്റർ. ലുലു കണക്ട് ഇവിടെ നിങ്ങൾക്കായി ഒരു ഹോം UPS വെച്ചിട്ടുണ്ട്. ഇത് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം 30 സെക്കൻഡ്സ് ആണ്. വിത്തിൻ 30 സെക്കൻഡ്സ് ഇവിടെ ചെയ്യേണ്ട ടാസ്ക് ആണ് ട്രാപ്പ് ദ ബോൾ. ഇവിടെ നോക്കുവാണെങ്കിൽ
5 ബോൾസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് 5 ചാൻസസ് ആണ്. ചെയ്യേണ്ടത് എന്തെന്നാൽ ഓരോ ബോൾസ് ആയിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഊതി കൈ യൂസ് ചെയ്യാൻ പാടില്ല. കൈ യൂസ് ചെയ്യാതെ ഇങ്ങനെ ഊതി ഇവിടെ നിന്ന് ഇത് ഇവിടെ വരെ എത്തിക്കണം. അങ്ങനെ ഒരു ബോൾ എങ്കിലും എത്തിച്ചാൽ ഈ UPS എടുത്ത് വെളിയിൽ കടക്കണം. ഓൾ ദി ബെസ്റ്റ്. സമയം ആരംഭിക്കും. അൻവർ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കൂ. ഓടി വന്നു, സ്പീഡ് ആയിക്കോട്ടെ. 30 സെക്കൻഡ്സ് ഉള്ളൂ, അതിനകത്ത് ചെയ്യണം. വേഗം വന്ന് നിന്നു. ഓരോ ബോൾസ് ആയിട്ട് എടുത്തു വെച്ചു. ഒരു പ്രാവശ്യം മാത്രം അവിടെ എത്തിച്ചാൽ മതി. ഒരേ ഒരു പ്രാവശ്യം മാത്രം കൂളായിട്ട് എത്തിച്ചില്ല. സെക്കൻഡ് ചാൻസ്. 30 സെക്കൻഡ്സ് ഉള്ളോട്ടോ. ശ്രദ്ധിച്ച് അതും ജസ്റ്റ് മിസ്സാണ്. 5 പ്രാവശ്യമേ ചാൻസ് കിട്ടത്തുള്ളൂ. പതുക്കെ മതി. 5 ചാൻസ് ഉണ്ട്. യെസ്, ഇറ്റ്സ് ഡൺ. UPS എടുത്തു. ഇതൊരു സ്റ്റില്ലാണ്, നിശ്ചല ചിത്രമാണ്. മോട്ടർ ശ്രദ്ധിക്കൂ. കേരളത്തിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ദൃശ്യമാണ്. ഏതാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം? കേരളത്തിലെ വളരെ അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഈ റൗണ്ടിന്റെ ഒരു പ്രത്യേകത ഇവിടെ ഞാൻ പറയാൻ മറന്നുപോയി. ഈ റൗണ്ടില് ഒരാൾക്ക് ഉത്തരം അറിഞ്ഞുകൂടാങ്കിൽ അടുത്ത ആളിനെ ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ അടുത്ത ആൾക്കൂടെ അറിഞ്ഞുകൂടാങ്കിൽ എല്ലാവർക്കും കൂടി ഒന്നിച്ച് അങ്ങ് പോവാം. തേക്കടിയാണോ? തേക്കടിയാ. അൻവർ പറഞ്ഞ ഉത്തരം ഒന്ന് സഹായിക്കൂ. അൻവർ പറഞ്ഞ ഉത്തരം MA ലിറ്ററേച്ചർ, വൈഫ് ഓഫ് എ മേജർ. മിക്കവാറും നാട്ടിലിറങ്ങുമ്പോൾ ആ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഉത്തരം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഉത്തരം ശരിയാണ്. തേക്കടിയാണ്. തേക്കടിയുടെ ദൃശ്യമാണ് ആ കണ്ടത്. അൻവർ 2009 ജൂൺ 30 45 പേര് നോർത്ത് ഇന്ത്യയിലുള്ള കൂടുതൽ ആൾക്കാരും ചേർന്ന് ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ, ജലകന്യക എന്നുള്ള ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ആനയെ കണ്ടുകൊണ്ട് ബോട്ടിന്റെ ബോലിയിലേക്ക് ആളിൽ മാറി ബോട്ട് ചരിഞ്ഞ് മറിഞ്ഞ് അങ്ങനെ ഇത്രയും ആൾക്കാർ മരിച്ചു. അതായിരുന്നു തേക്കടിയിലെ ദുരന്തം എന്ന് പറയുന്നത്. ആ ബോട്ട് സ്മാരകം പോലെ ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്, ജലകന്യക എന്നുള്ള ബോട്ട്. അത് കുറേ ദിവസം പിന്നെ ഇത് തുറന്നു കൊടുക്കാതിരിക്കുകയും അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ ബോട്ടപകടത്തിന്റെ പേരിലായാലും സ്വന്തം ഭാര്യ ഒന്ന് ഓടാൻ പോവാം. സുമയ്യ വരൂ. അപ്പോൾ 30 സെക്കൻഡ് ഉണ്ട്. ഡോർ അടയുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഓവർ ടു മോണിറ്റർ. 30 സെക്കൻഡ്സ് ടൈമുള്ള ഈ ടാസ്ക് ആണ് കളപ്പം. ഇതിന് കിട്ടാൻ പോകുന്നത് ലുലു കണക്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു പ്രിന്റർ ആണ് ഗിഫ്റ്റ് ആയിട്ട്. ആദ്യം ചെയ്യേണ്ടത് എന്തെന്നാൽ കയ്യിലുള്ള ബാറ്റൺ എന്നെ ഏൽപ്പിക്കണം. എന്നിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എയർ പമ്പ് വെച്ചേക്കുന്നത് കാണാം. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ റെഡ് കർവ് കാണാം, അവിടെ ഒരു ചെറിയ യെല്ലോ കർവ് കാണാം, ഇവിടെ ഒരു ചെറിയ വൈറ്റ് കർവ് കാണാം. ചെയ്യേണ്ടത് എന്തെന്നാൽ ഈ എയർ പമ്പിൽ ആഞ്ഞ് ചവിട്ടി നല്ലോണം ചവിട്ടി ഇങ്ങനെ എയർ പമ്പ് നീക്കാട്ടോ. ഇങ്ങനെ ആഞ്ഞ് ചവിട്ടി ദാ ഞാൻ ഈ യെല്ലോ സംഭവം ഇവിടെ എത്തിച്ചില്ലേ, അതുപോലെ ഓരോന്നും റെഡിന്റെ ഇവിടെയും വൈറ്റിന്റെ ഇവിടെയും എത്തിക്കണം. 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം. ഈ ടാസ്ക് ചെയ്ത് ഗിഫ്റ്റ് എടുത്ത് വെളിയിൽ കടന്നാൽ മാത്രമേ ലെവൽ കംപ്ലീറ്റ് ആയി കൺസിഡർ ചെയ്യൂ. സമയം ആരംഭിക്കുന്നു. ഓടി വന്നു ബാറ്ററിനെ ഏൽപ്പിച്ചിട്ട് ടാസ്ക് വേഗം തന്നെ തുടങ്ങിക്കോ. ഇത് നീക്കാട്ടോ. ആദ്യം ചവിട്ടിക്കോ, നല്ല പോസ്റ്റ് ചവിട്ടിക്കോ, നല്ലോണം പോസ്റ്റിൽ ചവിട്ടിക്കോ. ആ നീക്കാൻ വേണമെങ്കിൽ ആദ്യം ചവിട്ടിക്കോ, നല്ല പോസ്റ്റ് ചവിട്ടിക്കോ. സെക്കൻഡ് വൺ ഇൻ തേർഡ് വൺ. ഇതും കൂടെ കഴിഞ്ഞാൽ ഗിഫ്റ്റ് സ്വന്തമാക്കി വെളിയിൽ കിടക്കാവുന്നതാണ്. മത്സരം കൂടുതൽ കടുത്തു വരുന്നു. പക്ഷെ നമുക്കൊരു ഇടവേളയ്ക്ക് സമയമായി.
ഇടവേളയ്ക്ക് പോകും മുമ്പ് നമ്മുടെ സ്മാർട്ട് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചാടിക്കയറി ഉത്തരം പറയും ദില്ലി. പക്ഷേ ദില്ലി ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ഇടവേളയിലേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇടവേളയ്ക്ക് മുമ്പ് ഞാനൊരു സ്മാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ദില്ലി ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? ആലോചിച്ചില്ലെങ്കിൽ സാരമില്ല. ദില്ലി കിഴക്കൻ തിമൂറിന്റെ തലസ്ഥാനമാണ്. ഒരുപാട് ഇന്ത്യക്കാർ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് കിഴക്കൻ തിമൂർ. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. എനിക്കൊന്ന് അൻവറിന്റെ മുഖത്ത് ഇപ്പോൾ ഒരു 1000 സൂര്യൻ ഉദിച്ച പോലെയുണ്ട്. നല്ല ഇളയരാജയുടെ ഒരു പാട്ട് കിട്ടിയതുപോലെ. പാട്ടാണ് അത്. നേരിട്ട് വിളിച്ചത് ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞ ഒരു പ്രതീതിയാണ്. ഇപ്പം ചിലപ്പോൾ സംഭവിച്ചാലോ അല്ലേ, പറയാൻ പറ്റത്തില്ല. ഒന്ന് ഈ രാജ്യത്ത് എന്തും സംഭവിക്കാം. അപ്പൊ അവസാനത്തെ ചോദ്യമാണ്. ഈ ഓഡിയോ ശ്രദ്ധിക്കും. ചോദ്യം ഇതാണ്. ഈ ഗാനം അൻവർ കേട്ടിട്ടുണ്ടോ? ഇന്ദും കേട്ടിട്ടുണ്ടല്ലോ. ഇത് ആലപിച്ചത് ആരാണ്? അൻവറിന എനിക്ക് തോന്നുന്ന അത് പ്രശ്നമായി പോയി. വിടൂല, എന്ത് വന്നാലും അല്ലേ. മേജറിന് നാഗാലാൻഡിലെ ഓപ്പറേഷൻ ഓർമ്മ വന്നുപോയി അല്ലേ? വിടില്ല. ആരാണ് ഇത് പാടിയത്? ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗായികയാണ്, ഭാവന രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ഡോക്ടർ ഭാവന രാധാകൃഷ്ണനാണ് പാടിയത്. ഇതിന്റെ സംഗീത സംവിധാനം ആരായിരുന്നു? സംഗീതത്തിന്റെ വിശ്വാസം ശരിയാണെങ്കിൽ കൈതപ്രം വിശ്വനാഥൻ ആണെന്ന് തോന്നുന്നു. അല്ല, കൈതപ്രം വിശ്വനാഥനോ കൈതപ്രമാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കൈതപ്രം. ഇതിന്റെ പാട്ട് എഴുതിയതും അദ്ദേഹം തന്നെയാണ്. അപ്പോ സംസ്ഥാന അവാർഡ് നേടിയ ഗാനമാണ്. 1997 സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ ഗാനമാണ് ഭാവന രാധാകൃഷ്ണൻ. ഭാവന രാധാകൃഷ്ണൻ കൊണ്ട് ഒരാൾ രക്ഷപ്പെടാൻ പോകും. സുമയ്യ. സുമയ്യ, ഞാൻ പറഞ്ഞില്ലേ ഇത് എന്തോ ഒരു വേറെ ഏതാണ്ട് വരായിരുന്നേ. 30 സെക്കൻഡ്സ് ഉള്ള ഈ ടാസ്ക് ആണ് ഫോളിംഗ് ബോൾസ്. നിങ്ങൾ ഇവിടെ വേണം നിൽക്കാൻ. ഞാൻ അവിടെ നിന്ന് ഒരുപാട് ബോൾസ് എറിഞ്ഞു തരും. അതിൽ നിന്ന് മിനിമം 5 ബോൾസ് എങ്കിലും ഇത് വെച്ച് പിടിക്കണം. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു മൈക്രോവേവ് അവൻ ആണ്. 30 സെക്കൻഡ്സ് ആണ് ടൈം ലിമിറ്റ്. സമയം ആരംഭിക്കും. ഇതെടുത്തോ and time starts. First one, second one ഞാൻ ഇടാണ്. Second one, third one. മിനിമം 5 എണ്ണമെങ്കിലും പിടിക്കണം. 1 2 3 4. ഇനി ഒരെണ്ണം കൂടെ പിടിച്ചാൽ മതി. 5 and yes, വേഗം ദൂരടിയാണ്. Last minute complete. എനിക്കൊരു കാര്യം മനസ്സിലായി. അൻവറിന്റെ ഭാര്യ ഒരു ഓട്ടപ്രതിഭയാണ്. കാരണം ഇത് അൻവർ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാനും അതേ ഓടാനും തീരുമാനിച്ചെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അവിടെ അമുങ്ങിപ്പോയേനെ, അതും കടന്നു വന്നില്ലേ അല്ലേ? അതെങ്ങനെ നേരിട്ടു? അല്ല, ആദ്യമായിട്ടല്ലേ സുമയ്യ ഇനി അനങ്ങുന്ന വാതിലിന്റെ ഇടയിലൂടെ രക്ഷപ്പെടുന്നത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ കൂടെ കളി? നന്നായിരുന്നു. ഈ റൗണ്ട് അവസാനിക്കുന്നു. അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഗുരുതരമായ പ്രശ്നം. എന്നാലും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നാണ് തോന്നുന്നു. നമ്മൾ 4ാമത്തെ റൗണ്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നു. ജ്ഞാനം റൗണ്ട്. ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു പന്തിൽ എടുക്കാവുന്ന പരമാവധി റൺസ് എത്രയാണ്?
ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി പരിധിയില്ല. ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യാം. ചർച്ച. അല്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റും. ഇങ്ങോട്ട് റെഡി. ഒരു ബോളിൽ എടുക്കാവുന്ന പരമാവധി റൺസ് ആണ്. ഒറ്റ ബോളിൽ എടുക്കാവുന്നത് ഒരു ബോളിൽ നോ ബോൾ ആണെങ്കിൽ വിത്ത് നോ ബോൾ ഒരു 6, 7 സാധ്യത. ആത്മധൈര്യം ഉണ്ടോ? ധൈര്യം. ഉറപ്പിച്ചു. ഇനി മാറ്റമില്ലല്ലോ? ഇല്ല. ഉറപ്പിച്ചു. എന്നാ ഞാൻ ഉറപ്പോടെ ഒരു കാര്യം പറയാം. ഈ ഉറപ്പിച്ചു പറഞ്ഞ ഉത്തരം തെറ്റാ. ഉത്തരം തെറ്റാണ്. ഇനി ഒരു അപകടകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഴം ഹിന്ദു തമ്പിയിലേക്ക് പോകുന്നു. കേണലും കളക്ടറും കൂടി ഒന്ന് ആലോചിച്ച്. ഇപ്പം ചെയ്യുന്ന സിനിമ ക്രിക്കറ്റ് ബേസ്ഡ് ആണ്. അതിന്റെ ക്ലൈമാക്സ് ഇരിക്കുന്ന ഈ ചോദ്യത്തിലാണ് ഇരിക്കുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് പറഞ്ഞു ഇതുപോലെ പടത്തിൽ നിന്ന് ഔട്ടാവാം. അതെ, മലയാളി കാണാൻ പോകുന്നില്ലല്ലോ, അത് ഹിന്ദി മൂവിയാണ്. അപ്പോ ഉത്തരം ദശരമർത്തി പറഞ്ഞോളൂ. ഡി പരിധിയില്ല. കറക്റ്റ് ആണോ മേജർ? അതെ, അതിന്റെ ക്ലൈമാക്സ് എങ്ങനെ വരുന്നു, അതുകൊണ്ട് അല്ലെങ്കിൽ അവർ സ്ക്രിപ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഉത്തരം ശരിയാണ്, അങ്ങനെ പരിധിയില്ല. എന്നെയും രക്ഷപ്പെടും. അല്ല, ഞാനും ഇപ്പൊ പണി കളഞ്ഞിട്ട് പോയത്. അൻവറിന്റെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഉണ്ട്. 1894 ഒരു ഡൊമസ്റ്റിക് മാച്ചിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയ വേഴ്സസ് വിക്ടോറിയൻ ക്ലബ്, ഈ കളിയിലെ ഒരു പന്തിൽ 286 റൺസ് എടുത്തിട്ടുണ്ട്. അയ്യോ, നമുക്ക് സമ്മാനത്തിലേക്ക് കടക്കാം. ഓക്കെ, വരും. അപ്പൊ എന്താ ഇനി ചെയ്യേണ്ടത്? എത്ര സെക്കൻഡാ ഉള്ളത്? 40 സെക്കൻഡാ ഉള്ളത്. എന്ത് 40 സെക്കൻഡ് അല്ലേ? അപ്പോ മോട്ടർ ശ്രദ്ധിക്കും. 40 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ഗെയിമാണ് ടോപ്പ് ടു ടോപ്പ്. ഈ ഗെയിം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ലുലു കണക്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഇതാണ് ഇതിന്റെ സാമ്പിൾ. ഇതുപോലെ 3 സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ 2 എണ്ണം, ഓരോന്നിന്റെ മുകളിലായിട്ട് 2 എണ്ണം ബാലൻസ് ചെയ്ത് നിർത്തണം. അങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞ് ഈ ഫോൺ എടുത്ത് പുറത്ത് കടന്നാൽ ലെവൽ കംപ്ലീറ്റ് ആകും. ആദ്യം ബാറ്റൺ എന്നെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ടാസ്ക് ആരംഭിക്കാവുള്ളൂ. സമയം ഇവിടെ ആരംഭിക്കുന്നു. ബാറ്റൺ എന്നിട്ട് ടാസ്ക് ചെയ്തോതാ. ടൈം ഉണ്ട്, ബാലൻസ് ചെയ്ത് നിർത്തണം. അതുപോലെ സമയമുണ്ട്. ടൈമുണ്ട്, 40 സെക്കൻഡ്സ് ഉണ്ട്. പറ്റും. Almost done. Concentrate. Yes, it's done. Second one. അടഞ്ഞു തുടങ്ങി. ശ്രദ്ധിക്കണേ. That's also done. Last one. Just ഒന്ന് ശരിയാക്കിയാൽ മതി. ഇതും കൂടെ ശരിയാക്കി കഴിഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടും. ഈ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. 40 സെക്കൻഡ്. ഇഷ്ടംപോലെ സമയമുണ്ട്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഗിഫ്റ്റും ഒരു ഇപ്പൊ സ്മാർട്ട് ഫോൺ കൂടായിട്ട് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഏത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ? ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ഏത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ? ചർച്ച ചെയ്യാം. വേണേ സുമി ഒന്ന് ചർച്ച ചെയ്തോളൂ. ഏത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ? രാജസ്ഥാനാണോ, അരുണാചൽ പ്രദേശാണോ, ഹിമാചൽ പ്രദേശാണോ, ജാർഖണ്ഡാണോ? രാജസ്ഥാൻ, അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്. ചർച്ച പുരോഗമിക്കുകയാണ്. ഏത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ? ആർക്കാണ് ശരി ഉത്തരം അറിയേണ്ടത്? എനിക്ക് തോന്നുന്നു സി, ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ് ഇന്ദു പറഞ്ഞിരിക്കുന്ന ഉത്തരം. മാറ്റി പറയാമോ? ജുജുരാനയാണ് ഹിമാചൽ പ്രദേശിന്റെ പക്ഷി. ഉത്തരം തെറ്റാണ്. ഇനി ഊഴം അൻവർ സാദത്തിനാണ്. പാടിയ പാട്ടുകളെല്ലാം മനസ്സിൽ വിചാരിച്ച് അറിയാം. ഒരു കിഴക്കൻ സംസ്ഥാനത്തിലേക്ക് ഒരു ഗസാണ്, ഒരു ഊഹമാണ്. ബി, അരുണാചൽ പ്രദേശ്. ഉത്തരം ശരിയാണ്.
പോയെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ പണി തീർന്നു വിചാരിച്ചതാ. ഓ അൻവറെ, യു ആർ എ ഗ്രേറ്റ് മാൻ. താങ്ക് യു. കണ്ടോ, ശത്രു ജയിച്ചപ്പോ ഈ ശത്രുക്കൾ അവരുടെ കണ്ടോ, ഇതാണ് കളി എന്ന് പറയുന്നത്. അത് മനസ്സ് മൊത്തം കാറിൽ കിടക്കുക. അതാ അതാ ഇത് അൻവറിന്റെ വിഷയം വരാന്നറിയോ, ഒരു കാറല്ല അടുത്ത കാർ കിടപ്പുണ്ടല്ലോ, 2 കാറുണ്ടല്ലോ. ഓക്കെ, റെഡി. അപ്പം ഇതൊരു അപൂർവമായ അവസരമാണ്. ഓക്കെ, റെഡി. 40 seconds ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് മേക്ക് എ റെക്ടാംഗിൾ. ഇവിടെ കുഞ്ഞു കുഞ്ഞു പാർട്സ് വെച്ച് വളരെ കഷ്ടപ്പെട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇതുപോലത്തെ ഒരു സ്ക്വയർ. ഇതിനെ വരാൻ പോകുന്ന അംബാസഡർ പൊളിച്ചടുക്കി ഒരു റെക്ടാംഗിൾ ആക്കിയാൽ ഇവിടെ ഇരിക്കുന്ന ടാബ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. താങ്കളുടെ സമയം ആരംഭിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ആദ്യം ബാറ്റനെ ഏൽപ്പിക്കുക, എന്നിട്ട് മാത്രമേ ടാസ്ക് ചെയ്യാവുള്ളൂ. ഇതിനെ പൊളിച്ചടുക്കി ഒരു റെക്ടാംഗിൾ ആക്കിക്കോ വേഗം. എന്നാൽ കിട്ടാൻ പോകുന്നത് ഒരു ടാബ് ആണ്. സിമ്പിൾ ടാസ്ക് ആണ്. 40 seconds ഉണ്ട്. ഈ സൈഡ് ചെയ്ത് തീർക്കാൻ പറ്റും. ശരിക്കും ഒരു റെക്ടാംഗിളിന്റെ ഷേപ്പിലാക്കണം. നീക്കിയാ മതി, റെക്ടാംഗിൾ ഷേപ്പിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ചേച്ചി ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അങ്ങോട്ട് നീക്കിയാൽ ശരിയാവും. ഇങ്ങോട്ട് കുറച്ചും കൂടെ നീക്കിക്കോ. ഇതേ ഷേപ്പിൽ വരണം. റെക്ടാംഗിൾ ഷേപ്പിലായാലേ പ്രൈസ് കിട്ടത്തുള്ളൂ. അത് അടയുന്നവരെ നീക്കിക്കൊണ്ടിരിക്കരുത്. ഇതും കൂടെ എടുത്ത് വെച്ചോ, വേഗം വെച്ചോ. വീണ്ടും തിരിച്ച് അങ്ങനെയല്ല, തിരിച്ച് ഡോർ അടഞ്ഞോണ്ടിരിക്കുക. ഡോർ അടക്കാണ്. മനസ്സിലായില്ല. മൂന്നാമത്തെ ചോദ്യമാണ് ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. കൊടുങ്ങല്ലൂരിനടുത്ത് പോർച്ചുഗീസുകാർ പണിത ഒരു കോട്ടയുണ്ട്. ഏതാണ് ആ കോട്ട? ഓപ്ഷൻ എ മാനുവൽ കോട്ട, ഓപ്ഷൻ ബി വട്ടക്കോട്ട, ഓപ്ഷൻ സി കോട്ടപ്പുറം കോട്ട, ഓപ്ഷൻ ഡി ഉദയഗിരി കോട്ട. ചോദ്യം ഇതാണ്: കൊടുങ്ങല്ലൂരിനടുത്ത് പോർച്ചുഗീസുകാർ പണിത കോട്ട. മാനുവൽ കോട്ട, വട്ടക്കോട്ട, കോട്ടപ്പുറം കോട്ട, ഉദയഗിരി കോട്ട. ഹിന്ദുവാണ് ബസർ അമർത്തിയിരിക്കുന്നത്. ചർച്ച ചെയ്തോളൂ, വേഗം ചർച്ച ചെയ്ത് ശരി ഉത്തരം പറഞ്ഞോളൂ. അൻവറിന് ആ വഴിക്ക് പോകാനുള്ള താല്പര്യമില്ലേ? കൊടുങ്ങല്ലൂരിനടുത്ത് പോർച്ചുഗീസുകാർ പണിഞ്ഞ കോട്ട. ഹിന്ദു സമയമായി. മാനുവൽ കോട്ട, വട്ടക്കോട്ട, കോട്ടപ്പുറം കോട്ട, ഉദയഗിരി കോട്ട. ഇതിൽ ഏത് കോട്ടയാണ് പോർച്ചുഗീസുകാർ കൊടുങ്ങല്ലൂരിനടുത്ത് പണിഞ്ഞത്? ബി വട്ടക്കോട്ട ആണെന്ന് തോന്നുന്നു. ഓപ്ഷൻ ബി വട്ടക്കോട്ടയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ അവസരം സുമിയോട് ചോദിക്കുന്നു, ഇന്ദു പറഞ്ഞ ഉത്തരം ശരിയാണോ? അറിയില്ല. ആ സത്യസന്ധതയെ ഞാൻ ബഹുമാനിക്കുന്നു. ആ സത്യസന്ധതയെ ബഹുമാനിച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഇന്ദു പറഞ്ഞ ഉത്തരം തെറ്റാണ്, വട്ടക്കോട്ടയല്ല. അപ്പോൾ ഇനി വട്ടക്കോട്ട കന്യാകുമാരിയിൽ, നെയ്യാറ്റിൻകരയിൽ നിന്ന് നേരെ പോയാൽ കന്യാകുമാരിയിലെത്താം. അതല്ല മറ്റേതാണെന്ന് മനസ്സിലായി. അൻവർ, ഇനി ഊഴം അൻവറിനാണ്. ഓപ്ഷൻ സി കോട്ടപ്പുറം കോട്ട. പോണേ ഇവിടെ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് കിട്ടിപ്പോ. എന്നാ പോയി. അതെ, ഓപ്ഷൻ സി എന്നാ പോയി. എനിക്ക് പോയി, ഉത്തരം ശരിയാണ്. 1524 പോർച്ചുഗീസുകാർ കൊടുങ്ങല്ലൂരിനടുത്ത് പണിഞ്ഞ കോട്ടയാണ് കോട്ടപ്പുറം കോട്ട. അപ്പൊ 40 സെക്കൻഡ് ഉണ്ട്. ഇത്തവണ എന്തെങ്കിലും ഒരു ഡോണ്ട് വറി, മോട്ടർ ശ്രദ്ധിക്കൂ. 40 seconds ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് ഗോൾഫ്. ഇവിടെ കുറെ ബോൾസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗോൾഫ് ക്ലബ് ഉണ്ട്. ഈ യെല്ലോ സ്പോട്ടിൽ ഈ ബോൾ വെച്ചിട്ട് ഈ ഗോൾഫ് ക്ലബ് വെച്ച് അടിച്ച് ആ ഹോളിലോട്ട് വീഴ്ത്തണം. 6 ചാൻസസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് ഒരു പ്രാവശ്യമെങ്കിലും ബോൾ കറക്റ്റ് ആയിട്ട് ആ ഹോളിൽ വീണാൽ ലുലു കണക്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം. Okay, now your time starts. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കൂ. എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കൂ. എല്ലാവരും ഒരെണ്ണമെങ്കിലും വീഴ്ത്താൻ മതി. നടുക്കുള്ളില് വീണില്ല അടുത്തത്. ഒരെണ്ണമെങ്കിലും വീഴ്ത്താൻ മതി. 40 seconds ടൈം കിട്ടും. അതും ജസ്റ്റ് മിസ്സാണ്. അടുത്തത് ട്രെയിൻ ചെയ്ത്
വാഷിംഗ് മെഷീൻ എടുത്ത് വെളിയിൽ കിടക്കണം. അടുത്തത് വേഗം ചെയ്തു. വേഗം വേഗം വേഗം. അതും പോയി ശ്രദ്ധിച്ച് ചെയ്തോ, ശ്രദ്ധിച്ച്. ഒരെണ്ണം മാത്രം വീട്ടിൽ മതി. പതുക്കെ കോൺസെൻട്രേറ്റ് ചെയ്തോ. ജസ്റ്റ് മിസ്സാണ്. ഇത് ലാസ്റ്റ് ട്രൈ ആണ്. ഇതും കൂടെ ഇല്ലെങ്കിൽ പോയി. അയ്യോ, അത് ജസ്റ്റ് മിസ് ആയിരുന്നു. ലെവലിംഗ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: 8 അണ എന്ന പേരിൽ അറിയപ്പെടുന്ന നാണയം ഏതാണ്? ഓപ്ഷൻ എ 10 പൈസ, ഓപ്ഷൻ ബി 25 പൈസ, ഓപ്ഷൻ സി 50 പൈസ, ഓപ്ഷൻ ഡി 1 രൂപ. 8 അണ എന്ന പേരിൽ അറിയപ്പെടുന്ന നാണയം. 8 അണ എന്ന പേരിൽ അറിയപ്പെടുന്ന നാണയം 10 പൈസയാണോ, 25 പൈസയാണോ, 50 പൈസയാണോ, 1 രൂപയാണോ? 25 പൈസ. ബി 25 പൈസ. ഏതെങ്കിലും നാണയം അന്നത്തെ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ച് കണ്ടു? അപ്പൂപ്പൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻ. അപ്പൂപ്പനുണ്ടോ ഇന്ന്? അപ്പൂപ്പ ഇല്ല. അപ്പൂപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ ആ വടിയെടുത്ത് മണ്ട കടിച്ചു. ഇത്തരം തെറ്റാണ്. 50 പൈസ. 50 പൈസ ഉത്തരം ശരിയാണോ? ശരിയാണ്. ആർ യു കോൺഫിഡന്റ്? യെസ്. യു ആർ കോൺഫിഡന്റ്? യെസ്. കോൺഫിഡന്റ് ആണ് സാർ. എനിക്ക് മനസ്സിലായി. അപ്പോ അൻവർ, ആ മനോഹരമായ മുഹൂർത്തത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. 4 പേരും ഇടവാങ്ങുന്നതിനുള്ള മാനസിക തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ. 50. അൻവർ സാദത്ത് പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ ശരിയാണ്. 40 സെക്കൻഡ് ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ പറയും. 40 സെക്കൻഡ്സ് ടൈം കിട്ടുന്ന ഈ ടാസ്ക് ആണ് മാച്ച് ദ കളേഴ്സ്. ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ലുലു കണക്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു എയർ കണ്ടീഷണർ ആണ്. ഇവിടെ കുറെ ഡിസ്കുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ സെന്ററിൽ ഒരു ഡിസ്ക് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്ത് വേണം ചുറ്റുമുള്ളതൊക്കെ അറേഞ്ച് ചെയ്യാൻ. ഇപ്പോൾ ഇത് അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, കണ്ടോ? ഇതും ഈ കളറും സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ രണ്ട് സൈഡുകളിലുള്ള കളേഴ്സും സെയിം ആയിരിക്കണം. അങ്ങനെ മാച്ചിങ് ആയിരിക്കണം. അതായത് ഇതും മാച്ച് ആയിരിക്കണം, ഇതും മാച്ച് ആയിരിക്കണം, ഇതും മാച്ച് ആയിരിക്കണം. എല്ലാ ഡിസ്കിനും ഇത് ബാധകമാണ്. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയർ കണ്ടീഷണർ എടുത്ത് വെളിയിൽ കടക്കണം. താങ്കളുടെ സമയം ആരംഭിക്കുന്നു. എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ. ഓടി വന്നു. ഈ സെന്ററിലുള്ളതിനെ ബേസ് ചെയ്തായിരിക്കണം ഇത് ഞാൻ. ഈ കളറും ഈ സൈഡിലുള്ളതും സെയിം ആയിരിക്കണം. യെസ്, ഇവിടെയും അതുപോലെ തന്നെ ആക്കണം. സൈഡ്സിലുള്ളതും സെയിം ആയിരിക്കണം. അത് വേണം ശ്രദ്ധിക്കാൻ. നല്ലോണം സെറ്റ് ചെയ്ത് വെക്കണം. അതെ ഇപ്പൊ സെയിം ആയി. ഓക്കെ, ഇപ്പോഴത്തെ സൈഡിലും സെയിം ആക്കണം. യെസ്, ഇറ്റ്സ് ഡൺ. ഗിഫ്റ്റ് എടുത്തോ, എയർ കണ്ടീഷണർ എടുത്ത് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ കേട്ട് നിങ്ങൾ ആകെ പുലിവാലി പിടിച്ചതുപോലെ ഇരിക്കുകയാണ് എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് ഒരു ഇടവേളയ്ക്ക് പോകാൻ സമയമായി. ഇടവേളയ്ക്ക് പോകും മുമ്പ് നമ്മുടെ സ്മാർട്ട് ക്വസ്റ്റ്യൻ: ലോകത്ത് ഏറ്റവും കൂടുതൽ ടീം അംഗങ്ങൾ പങ്കെടുക്കുന്ന മത്സര ഇനം ഏതാണ്? ഇടവേളയിലേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് സ്മാർട്ട് ഷോ പവേർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഹെർബൽ ഓയിൽ. ഇടവേളയ്ക്ക് പോകും മുമ്പ് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടീം അംഗങ്ങൾ പങ്കെടുക്കുന്ന മത്സര ഇനം ഏതാണ് എന്ന്. നമ്മുടെ വള്ളംകളി. നമ്മൾ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ റെഡിയാണല്ലോ? ഈ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ് ആ രഹസ്യം കൂടി പറയാം. ഇതിൽ നിങ്ങൾ വിജയകരമായി കടന്നാൽ അടുത്തത് ബിഗ് പ്രൈസ് റൗണ്ടാണ്.
കാറാണ്, കാറ്. കാറിലായിരിക്കും വീട്ടിൽ പോവുക. അത് നല്ല കളറുള്ള കാറാ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ മാതൃഭാഷയായ ഭാഷ ഏതാണ്? ഓപ്ഷൻ എ ഇംഗ്ലീഷ്, ഓപ്ഷൻ ബി മംഗോളിയൻ, ഓപ്ഷൻ സി റഷ്യൻ, ഓപ്ഷൻ ഡി മാൻഡറിൻ. ഇംഗ്ലീഷ് ആണോ, മംഗോളിയൻ ആണോ, റഷ്യൻ ആണോ, മാൻഡറിൻ ആണോ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ, അവരുടെ മാതൃഭാഷ ഏതാണ്? ഇന്ദു തമ്പി, ചർച്ച വേണമെങ്കിലാകാം, വേഗത്തിലായിക്കോണം. ഓപ്ഷൻ എ ഇംഗ്ലീഷ്, ഓപ്ഷൻ ബി മംഗോളിയൻ, ഓപ്ഷൻ സി റഷ്യൻ, ഓപ്ഷൻ ഡി മാൻഡറിൻ. ഇന്ദു തമ്പിയാണ് ബസർ അമർത്തിയിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ, ഇത് ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ കാർ റൗണ്ടിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു. അത് തെറ്റായ ഉത്തരമാണ് പറയുന്നെങ്കിൽ കാറിൽ നമ്മൾ വീട്ടിൽ പോകും. രണ്ടും കാറിൽ അവസാനിക്കുന്നു. ഓപ്ഷൻ സി റഷ്യൻ. ഓപ്ഷൻ സി റഷ്യൻ. ഓപ്ഷൻ സി റഷ്യൻ. ഞാൻ എന്താ പറയാ? ശരിയാണെന്ന് പറയുമോ? സംശയം ശരിയാണെന്നാണ് ഉത്തരം. ശരിയാണെന്നാണ്. എനിക്കങ്ങോട്ട് ആലോചിച്ചപ്പം ആഹ്ലാദം ഇങ്ങനെ. ശരിയാണ്. ഇന്ദു തമ്പി മേജർ കിഷോറിന്റെ സഹായത്തോടെ പറഞ്ഞ ഉത്തരം തെറ്റാണ്. മംഗോളിയൻ, റഷ്യൻ, ഇംഗ്ലീഷ്. അതിൽ റഷ്യൻ പോയി. ഇനി 3 ഉണ്ട്. ഇംഗ്ലീഷ്, മംഗോളിയൻ, മാൻഡറിൻ. ഇതിൽ 3-ൽ ഏത് ഭാഷയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നതായ അവരുടെ മാതൃഭാഷ? ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മാതൃഭാഷ. ഓപ്ഷൻ ഡി മാൻഡറിൻ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി മാൻഡറിൻ ആണ്. സംശയമാണ്, പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങള് വീട്ടിൽ പോവാം. എപ്പോഴെങ്കിലും ഇങ്ങനെ കറക്കെ കുത്തിയിട്ട് ശരിയായിട്ടുണ്ടോ ജീവിതത്തിൽ? കറക്കി കുത്തിയിട്ട് ശരിയായിട്ടുണ്ട്. ശരിയായിട്ടുണ്ട്. എത്ര തവണ? പല മത്സരങ്ങളിലല്ല, എത്ര തവണ ലൈഫിലെ ചില തീരുമാനങ്ങൾ കറക്കി കുത്തിയപ്പോ ശരിയായിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല. പിന്നെ ഇതും ചിലപ്പോ ശരിയാവും. ഉത്തരം ശരിയാണ്. നമ്മൾ ചൈനീസ് എന്ന് പറയുന്ന ഭാഷയുടെ യഥാർത്ഥ പേര് മാൻഡറിൻ. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണല്ലോ. ചൈനീസ് ഭാഷയാണ്. മാൻഡറിൻ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. ഇതിനകത്ത് കാറിൽ വീട്ടിൽ പോകുന്നതിന് പകരം നമ്മൾ കാറിലേക്കുള്ള റൗണ്ടിലേക്ക് കടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പോ നമുക്ക് വരൂ. 40 സെക്കൻഡ് ഉണ്ട്. എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ ഒരു മേസ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു യെല്ലോ ബോൾ ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ കാണാം, ഇവിടെ ആരോസ് വെച്ച് ഡിറക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൈ വെച്ച് ഈ ബോളിനെ തൊടാതെ ഇത് ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഓരോ ഡയറക്ഷനിൽ കൂടെ കൊണ്ടുവന്ന് ഫൈനലി ഇത് ഈ റെഡ് ഭാഗത്തിൽ എത്തിക്കണം. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ലുലു കണക്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ലാപ്ടോപ്പ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. സമയം ആരംഭിക്കുന്നു. എല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കൂ. എല്ലാരും അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത ആരോ 40 സെക്കൻഡ്സ് ഉണ്ട്. പതുക്കെ ചെയ്താൽ മതി. ഓക്കെ. അരിപാറ്റി പരിചയമുണ്ട്. ഡോറും ക്ലോസ് ആവുന്നുണ്ട്. ശ്രദ്ധിച്ച് വേഗം ചെയ്തോ. ടാസ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശരിക്കും. ഇനി 2 ഇതും കൂടെ കടന്ന് കിട്ടിയാൽ നമുക്ക് എത്തേണ്ടവിടത്ത് എത്തും. അവസാനിക്കാണ്. സമയം അവസാനിക്കാണ്. വേഗം ഡോർ ക്ലോസ് ആവുന്നു. കുറച്ച് വേഗത്തിൽ ചെയ്തു. ഇനി അപ്പൊ നമ്മൾ ഈ റൗണ്ട് അവസാനിക്കുന്നു. ഈ റൗണ്ട് അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു മഹാ റൗണ്ടിലേക്ക് കടക്കുന്നു. ബിഗ് പ്രൈസ് റൗണ്ട്. കാറാണ് സമ്മാനം. ഈ കാറിലേക്കുള്ള യാത്ര ഞാൻ സ്വപ്നം കാണും. നിങ്ങളിൽ ഒരാൾ കാറിൽ സഞ്ചരിക്കും. കൂടെ വന്ന ആളിനെയും കൂടെ കയറ്റിക്കോളൂ. എന്തായാലും നമ്മൾ അടുത്ത റൗണ്ടിലേക്ക്. അടുത്ത റൗണ്ട് ബിഗ് പ്രൈസ് റൗണ്ട്. ചോദ്യം ഇതാണ്. ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യമുണ്ട്. ഏത് രാജ്യമാണ്?
ഏതാണ് അൻവർ? ഉത്തരം അറിയില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. രണ്ടെണ്ണം മനസ്സിലുണ്ട്. ആ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. രണ്ടിൽ ഒന്നാണ്. ഡിസ്കസ് ചെയ്യാം. ആ, പക്ഷെ സമയം എടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു റാപ്പിഡ് ഫയർ പോലെ പോകണം. ബംഗ്ലാദേശാണ്. പറയട്ടെ. പാകിസ്ഥാൻ. ഞാൻ പാകിസ്ഥാൻ. ഉറപ്പിച്ചോ? ഓഗസ്റ്റ് 14. ഉത്തരവ് ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. അൻവർ സാദത്ത് പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഇനി ഊഴം ഹിന്ദു തമ്പിക്കാണ്. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റൊരു രാജ്യം ബംഗ്ലാദേശ്. ശ്രീലങ്കയാണോ? ബംഗ്ലാദേശ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശ് ഉത്തരം ശരിയാണ്. ബംഗ്ലാദേശ് ഉത്തരം തെറ്റാണ്. മാർച്ച് 26 ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ ദിനം. പാകിസ്ഥാൻ ഓഗസ്റ്റ് 14. ശരി ഉത്തരം ദക്ഷിണ കൊറിയയാണ്. മറ്റ് 2 രാജ്യങ്ങൾ കൂടി ഇതേ ദിവസം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട്, കോങ്കോ, ലിച്ചൻസ്റ്റൈനും. ഈ എന്തായാലും നിങ്ങളെ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുകയാണ്. നിങ്ങൾ വാശിയോടെ പൊരുതി രണ്ടുപേരും കിട്ടെ നിന്നു. അപ്പോൾ അത് അൻവർ ആദ്യം വിനയം കൊണ്ട് തലകുനിച്ചെങ്കിലും അപാരമായിരുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ യാത്രയ്ക്ക് മുമ്പുള്ള ആ മനോഹരമായ നിമിഷം ഒരിക്കൽ കൂടി വന്നാൽ കാറും കൊണ്ടേ പോകും. ഇനി വന്നാ റെഡി? താങ്ക് യു സോ മച്ച്. ഒരു പട്ടാള വിപ്ലവമായിരുന്നു. റെഡി? അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് സന്തോഷമായിട്ട് പിരിയും. എന്താ വേണ്ടത് അൻവർ? ഒരു പാട്ട് പാടാം. എനിക്കതേ പറ്റും. എനിക്ക് കേൾക്കാൻ പറ്റും. അതെ, തീർച്ചയായും. കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉറുത്തു കാണാതെ ഉരുവോ കണ്ണുക്കുള്ള എനിക്കോ. കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഉറുത്തു കാണാതെ ഉരുവോ കണ്ണുക്കുള്ള എനിക്കും. വരാക നദിക്കരയോരോ ഒരേ ഒരു பார்வைய பார்த்து புறாவே நில்லுன்னு சொன்ன கனவா ஓடி மறைஞ்சேன். வராக நதிக்கரையோரம் ஒரே ஒரு பார்வைய பார்த்து புறாவே நில்லுன்னு சொன்ன கனவா ஓடி மறைஞ்சேன். கண்ணில் வரும் காட்சியெல்லாம் கண்மணியை உறுத்தும் காணாதவும் உருவம் கண்ணுக்குள்ள இனிக்கும். கண்ணில் வரும் காட்சியெல்லாம் கண்மணியை உறுத்தும் காணாதவும் உருவம் கண்ணுக்குள்ள இனிக்கும். Thank you all. പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ ചാൾസ് ഡാർവിൻ ഒരിക്കൽ പറഞ്ഞു, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതേ നടക്കൂ ലോകത്ത് എന്ന്. അതായത് ഏറ്റവും യോഗ്യരായവർ മാത്രം അതിജീവിക്കും. എന്നാൽ സ്മാർട്ട് ഷോയുടെ ഇക്കാലത്ത് നമ്മളെ തിരുത്തുന്നു, സർവൈവൽ ഓഫ് ദ സ്മാർട്ടസ്റ്റ്, സ്മാർട്ടായ ആളുകൾ മാത്രം നൽകും. ഇനി മറ്റൊരു എപ്പിസോഡിൽ ഗുഡ് ബൈ.